ഈ പ്രഭാതത്തിൽ വീണ്ടും കർത്താവ് തൻ്റെ ഐഹിക ജീവകാലത്ത് താൻ നടത്തിയ വളരെ പ്രധാനമേറിയ ഒരു വാക്കുകൾ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കിയതോർത്ത് സ്തുതിക്കുന്നു. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു എന്നുള്ളത്, അതിൻ്റെ പശ്ചാത്തലവും ഒക്കെ കേൾക്കാനായിട്ട് നമുക്കിടയായി തീർന്നിട്ട് നമ്മൾ 7-ാം അധ്യായം തുടങ്ങിയപ്പോൾ തന്നെ വായിച്ചു. കൂടാരപ്പെരുന്നാളിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതും തൻ്റെ സഹോദരന്മാർ അവനോട് പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവനെല്ലാം യെരുശലേമിലേക്ക് പോകുന്നത് പോലെ പോകണമെന്ന് ഉപദേശിക്കുന്നതും തുടർന്ന് അദ്ദേഹം രഹസ്യത്തിലെന്ന പോലെ പോവുകയും, എന്നാൽ തന്നോട് സംസാരിച്ച യഹൂദന്മാരോട് എൻ്റെ ഉപദേശം യഥാർത്ഥത്തിൽ സത്യതൽപരനായിരിക്കുന്ന ഒരു വ്യക്തി അത് ദൈവത്തിൽ നിന്നുള്ളതാണോ അതോ സ്വന്തം മഹത്വം അന്വേഷിക്കുന്ന നിലയിലുള്ളതാണോ എന്നുള്ളത് മനസ്സിലാകും എന്നുള്ളത് പറയുകയും ചെയ്യുന്നതായിട്ടുള്ള കാര്യം നമ്മൾ കണ്ടു. ഇന്നലെ നമ്മൾ കർത്താവ് ശബ്ബത്തിൽ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയതുകൊണ്ട് അവരോട് കർത്താവിനെ അവരെ എതിർക്കുന്ന കാര്യവും കൊല്ലാൻ നോക്കുന്ന കാര്യവും ഒക്കെ അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് താനത് ചെയ്യുന്നതെന്ന് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുന്ന കാര്യം നമ്മൾ കാണാനായിട്ടിടയായിട്ട് തീർന്നു. അപ്പോൾ തന്നെ ജനങ്ങളുടെ പല സമ്മിശ്രമായ പ്രതികരണവും ആ ഭാഗത്തു നിന്ന് നമ്മൾ കാണാനായിട്ട് ഇടയായിട്ട് തീർന്നു. ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്ന് വരുന്നു എന്നും ഒന്നും അറിയയില്ല എന്നുള്ള നിലയിൽ എനിക്ക് ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്, ക്രിസ്തുവിനെക്കുറിച്ച് വളരെ വചനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും വളരെ വ്യക്തമായിട്ട് അന്നത്തെ കാലത്ത് അവൻ ബേത്ലഹേമിൽ ജനിക്കുമെന്നും ഒക്കെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും അറിയാവുന്ന ആൾക്കാർ അന്നുണ്ടായിരുന്നെങ്കിൽ തന്നെ അറിയേണ്ടതുപോലെ അറിയുന്ന ആൾക്കാർ ആരും ഇല്ലായിരുന്നു. അവർ പലതും കൂടുതൽ ചിന്തിച്ച് അതിനെ ഓവർഷൂട്ട് ചെയ്തു പോയ അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്തു പോയ ഒരു അനുഭവമാണ് നമുക്ക് പലപ്പോഴും കാണാനായിട്ട് കഴിയുന്നത്. വചനത്തിലുള്ളതും വചനത്തിലില്ലാത്തതുമായ കാര്യങ്ങൾ ചിന്തിച്ച് അങ്ങനെ സാക്ഷാൽ മശീഹ അവരുടെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ കർത്താവിനെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു നിലയിലായിത്തീർന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. റോമർക്കെഴുതുന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ അവർക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അവരുടെ സ്വന്തം നീതി സ്ഥാപിക്കാനായിട്ട് ദൈവനീതിയെ തള്ളിക്കളഞ്ഞിട്ട് സ്വന്തം നീതി സ്ഥാപിക്കാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ അവർ ഇടച്ചക്കല്ലിന്മേൽ തട്ടി എന്നുള്ള വചനം പൗലോസ് കണ്ടെത്തിയത് എത്രമാത്രം അർത്ഥവത്താണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ ഇവിടെയും കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു ആഹ്വാനം നമ്മൾ കാണുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും, ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞവർക്ക് മാത്രമേ യേശുവിനെ സ്വീകരിക്കാനും അംഗീകരിക്കാനും കഴിയുകയുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, നിങ്ങൾ തന്നെ ന്യായപ്രമാണം ആചരിക്കുന്നില്ല. പ്രമാണം ആചരിക്കുമായിരുന്നെങ്കിൽ ഈ പ്രമാണത്തിനെതിരായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ പറയത്തില്ലായിരുന്നു, എന്നെ കൊല്ലാൻ അന്വേഷിക്കത്തില്ലായിരുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളെന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും നിങ്ങളെന്നെ ആദരിക്കുകയും മശീഹയായിട്ട് അംഗീകരിക്കുകയും ചെയ്യേണ്ടതിന് പകരം മശീഹ അദ്ദേഹത്തെ കൊല്ലാനായിട്ട് ഭാവിക്കുന്നത് ആ ഇൻസ്റ്റൻസിനെ കാണിച്ചുകൊണ്ട് കർത്താവ് അവിടെ അവരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ ന്യായപ്രമാണം ആചരിക്കുന്നില്ല. അത്രയും ആ കർത്താവ് പറഞ്ഞ ആ കാര്യം തന്നെ അവർക്കൊന്ന് വെളിപ്പെട്ടിരുന്നെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ സംരക്ഷകരായിട്ടും പ്രയോക്താക്കളായിട്ടും അതിൻ്റെ സ്പോക്സ് പേഴ്സൺസായിട്ടും ഒക്കെ അവരെ തന്നെ അക്രഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നാൽ അതിനോടൊന്നും ഒരു പുലബന്ധം പോലും ഇല്ലാത്ത ഒരു ജീവിതമാണ് അവർ ജീവിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. നമുക്കറിയാമല്ലോ, ഈ മതത്തിന് വേണ്ടിയും തത്വശാസ്ത്രങ്ങൾക്ക് വേണ്ടിയൊക്കെ ചാകാൻ നടക്കുന്ന കുറേ പേരുണ്ട്. അവർ പറയുന്നത് എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, ഞാൻ ഇതിനു വേണ്ടി ഡിഫെൻഡ് ചെയ്യും, ഞാൻ ഇതിനു വേണ്ടി സംസാരിക്കും എന്നൊക്കെ പറയുന്ന ചില വീരന്മാരെ നമുക്ക് ഈ ക്ലബ് ഹൗസ് വേദികളിലും അതുപോലെ നമ്മുടെ സമൂഹത്തിലും ഒക്കെ കാണാനായിട്ട് കഴിയും. എന്നാൽ അത്തരം ആൾക്കാരോട് ചോദിക്കാനുള്ളത്, ഈ റിലിജിയൻ കൊണ്ട്, നീ പറയുന്ന ഈ തത്വശാസ്ത്രം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരു രൂപാന്തരം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും നിലയിൽ അതുകൊണ്ടൊരു പ്രയോജനമോ അല്ലെങ്കിൽ അത് കാണിച്ചു തരുന്ന വഴിയിലോ പാതയിലോ ജീവിക്കാനോ സാധിച്ചിട്ടുണ്ടോ? ഇന്ന് ഈ ലോകത്ത് ഉണ്ടായിരിക്കുന്നത് ഒരു ആശയത്തിൻ്റെ കുഴപ്പമല്ല, ആശയങ്ങളുടെ കുറവല്ല,
എന്നാൽ അത് ആശയങ്ങളനുസരിച്ച് ജീവിക്കാൻ തക്കവണ്ണം മനുഷ്യന് സാധിക്കുന്നില്ല എന്നുള്ളതും, അത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായി മനുഷ്യൻ പാപിയാണെന്നുള്ളതുമാണ് അവനങ്ങനെ ജീവിക്കാൻ സാധിക്കാത്തത് എന്ന് നമുക്കറിയാമല്ലോ. അല്ലെങ്കിൽ മനുഷ്യൻ ഇതൊക്കെ സാധിക്കുമായിരുന്നെങ്കിൽ ഈ കമ്മ്യൂണിസം ഒക്കെ എത്രയോ വലിയ കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ പ്രശ്നം മനുഷ്യൻ്റെ സ്വാർത്ഥതയും മനുഷ്യനുള്ള പാപവും ഉള്ളത് നിമിത്തം ഈ ആശയങ്ങളൊക്കെ വെറും കടലാസിൽ അവശേഷിക്കുകയും കുറച്ചൊക്കെ അവർക്ക് ബലപ്രയോഗത്തോടെ നടപ്പാക്കാൻ കഴിയുകയും, എന്നാൽ ആത്യന്തികമായിട്ട് നോക്കുമ്പോൾ ഇത്തരം സംവിധാനങ്ങളെല്ലാം തകർന്നു പോകുന്ന ഒരു കാര്യമാണ് നമുക്കിന്ന് ലോകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എത്ര അർത്ഥവത്താണ് എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട്. നമുക്കറിയാം, ഈ കൂടാര പെരുന്നാളിൻ്റെ കാര്യം കർത്താവിൻ്റെ ദാസൻ വളരെ വിശദമായിട്ട് അത് വിശദീകരിച്ചല്ലോ. ഏകദേശം 7 ദിവസം 8 ദിവസം, ഒരു ശബ്ബത്ത് മുതൽ അടുത്ത ശബ്ബത്ത് വരെ ഉള്ള സമയങ്ങളിൽ അവർ കടന്നു വന്ന് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ഈ തങ്ങളെ മരുഭൂമിയിൽ ദൈവം നടത്തുകയും അന്ന് ദൈവം പ്രൊവൈഡ് ചെയ്തതിൻ്റെയും ഒക്കെ ഓർമ്മയ്ക്കായിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എന്ന് മാത്രമല്ല, അതിൻ്റെ പ്രത്യേക സംവിധാനങ്ങൾ കേട്ടപ്പം അത് ഞാനും അത് വായിച്ച് അല്ലെങ്കിൽ കേൾക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. എത്ര അത്ഭുതകരമായിരിക്കും. ആ കോണ്ടക്സ്റ്റ് ആലോചിക്കുമ്പോൾ കർത്താവ് ഈ പറഞ്ഞ വാക്കുകളുടെ ആ പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്ന് ചിന്തിക്കാൻ ഞാൻ വളരെ സന്തോഷിച്ചു. കാരണം 7 ദിവസം ഈ ശീലോഹാംകുളത്തിൽ പോയി ഇത് ആ വെള്ളം കോരിക്കൊണ്ട് വന്ന് ഇവിടെ ഒഴിക്കുകയും അവർ യെശയ്യാ പ്രവചനം 12-ാം അധ്യായം 3-ാം വാക്യം അവർ റിപ്പീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതൊക്കെ കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു അതിൻ്റെ ആ ആചാരാനുഷ്ഠാനങ്ങൾ എന്നുള്ളതും. എന്നാൽ ഈ ആചാരാനുഷ്ഠാനങ്ങൾ അക്ഷരം പ്രതി നിവർത്തിക്കുന്നതല്ലാതെ അതിന് നിവൃത്തി എന്താണ്, അതിൻ്റെ ആത്മീയ അർത്ഥം എന്താണ് എന്ന് അവർക്ക് ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്നില്ല എന്ന് നമ്മൾ വായിക്കുന്നു. കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനം 2-ാം അധ്യായത്തിൽ പെരുന്നാൾ, വാവ്, ശബ്ബത്ത് സംബന്ധിച്ച് എന്നൊക്കെ നമ്മൾ വായിച്ചിട്ട് അവിടെ വായിക്കുകയാണ്, ഇവയൊക്കെയും വരുവാനിരുന്നവയുടെ നിഴലത്രേ, കാര്യങ്ങളുടെ സാക്ഷാൽ ന്യായപ്രമാണം സാക്ഷാൽ സ്വരൂപമല്ലായിക കൊണ്ട് എന്ന് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. ന്യായപ്രമാണം സാക്ഷാൽ വരുവാനിരുന്ന നന്മകളുടെ ഒരു നിഴൽ മാത്രമായിരുന്നു, സാക്ഷാൽ കാര്യങ്ങളുടെ സ്വരൂപമല്ലായിക കൊണ്ട് എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ ഇവയൊക്കെ വരുവാനിരുന്നവരുടെ നിഴലത്രേ എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ യഥാർത്ഥമായത് എന്താണ് എന്ന് അന്വേഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ നിഴല് തന്നെ ആചരിച്ച് നിഴലിനെ തന്നെ പിടിച്ച് യാഥാർത്ഥ്യമായിട്ടുള്ളത് തങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോഴും അതിനെ അവഗണിച്ചുകൊണ്ട് ഈ നിഴലിനെ പിന്തുടരാനാണ് അവരാഗ്രഹിച്ചത് എന്ന് ഓർക്കുമ്പോൾ ഒരു മതം ഒരു മനുഷ്യരുടെ കണ്ണുകളെ എത്രമാത്രം അന്ധമാക്കാനും എത്രമാത്രം അവരെ സെൽഫ് റൈച്ചസ് ആയിട്ട് സ്വയനീതിമാന്മാരായിട്ട് പരിഗണിക്കാനും സഹായിക്കും എന്നുള്ളത് ഈ തരുണത്തിൽ ഈ അവസരത്തിൽ ഞാൻ ചിന്തിച്ചു പോവുക. എന്തുമാത്രം നമ്മളും ഇതുപോലെ തന്നെ ചില ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ നമ്മുടെ ഭക്തിയെയും നമ്മുടെ ആത്മീയതയും ഒക്കെ ഒതുക്കി അത്തരം അനുഷ്ഠാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടെല്ലാം സേഫാണ് എന്ന് ചിന്തിക്കുകയും ജീവനുള്ള ദൈവത്തോടുള്ള ബന്ധം നമുക്കില്ലാതെ അത് നമുക്ക് സ്വയം വിലയിരുത്താൻ കഴിയാതെ പോകുന്ന അനുഭവങ്ങൾ എത്രമാത്രം വേദനാജനകമാണ്. ജീവിതകാലം മുഴുവൻ നമ്മൾ സാധാരണ പറയുന്ന പോലെ വെളുക്കുവോളം വെള്ളം കോരി എന്നിട്ട് അവസാനം കലം തല്ലി പൊട്ടിച്ചെന്ന് പറയുന്ന പോലെ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെ ഉള്ളൊരു അനുഭവമായിട്ട് ഇത് തീരുകയല്ലേ എന്ന് നമുക്ക് ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചു പോകും. എത്ര തിരിച്ചറിയാത്ത അനുഭവം. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ചില്ലറ ഇറക്കമല്ല. ആ ശിലോഹാങ്കളത്തിലേക്കുള്ള ഇറക്കം എന്ന് പറഞ്ഞാൽ വളരെ ചെങ്കുത്തായിട്ടുള്ള ഇറക്കമാണ്. അവിടെയോട്ട് ഇറങ്ങി വന്നിട്ട് എല്ലാ ദിവസവും ഈ വെള്ളം കൊണ്ടുവരികയും അവസാനത്തെ ദിവസം 7 പ്രാവശ്യം അതിനെ പ്രദക്ഷിണം ചെയ്യുകയും അത് അങ്ങനെ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള പരിപാടി. അതിൻ്റെ എക്സാക്റ്റ് കാര്യങ്ങളൊന്നും എനിക്ക് അത്ര ഇതില്ല, എന്നാൽ തന്നെ ഞാൻ ഏകദേശം ഒരു ധാരണയാണ് കാര്യങ്ങളെക്കുറിച്ചുള്ളത്. അങ്ങനെ അവർ ആ വെള്ളം കൊണ്ടുവന്ന് ഇങ്ങനെ കൊഴിച്ചു കൊടുക്കുകയും അതിൽ നിന്ന് എല്ലാവരും കുടിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യെശയ്യാ പ്രവചനം 12-ാം അധ്യായം തന്നെ അവർ യഥാർത്ഥമായിട്ട് വായിച്ചിരുന്നെങ്കിൽ ഈ അബദ്ധങ്ങൾ വല്ലതും പറ്റുമോ എന്ന് ഞാൻ ചിന്തിക്കുക. എത്ര മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു അധ്യായമാണ് യെശയ്യാ പ്രവചനം 12-ാം അധ്യായമെന്നും. അവിടെ ജീവജലത്തിൻ്റെ ആ ഉറവുകളിൽ നിന്ന് സന്തോഷത്തോടെ വെള്ളം കോരും എന്നുള്ളത് എന്താണെന്ന് അവർ ഗ്രഹിച്ചിരുന്നെങ്കിൽ അതിന് നിവർത്തീകരണമാണ്. എനിക്ക് തോന്നിയ ആൾക്കാരെല്ലാം ഇങ്ങനെ പരക്കം പായുന്ന ആ വെള്ളം കുടിക്കാനായിട്ട് പരക്കം പായുന്ന ആ സമയത്താണ് കർത്താവ് അവിടെ നിന്ന് വിളിച്ചു പറയുന്നത്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിനുള്ളിൽ നിന്ന്
തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അവരൊക്കെ ഈ യെശയ്യാ പ്രവചനം 12-ാം അധ്യായം 3-ാം വാക്യം അവിടെ ഏറ്റുപറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചില അനുഭവങ്ങളുണ്ട് എന്ന് നമുക്കിതിൻ്റെ പശ്ചാത്തലം വായിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അവിടെ നിന്ന് തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തി ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ മുന്നിൽ നിന്ന് താൻ വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പം അത് എത്രമാത്രം ഒരു തൻ്റെ അവകാശവാദത്തെ നമ്മൾ നോക്കുമ്പോൾ, ദാഹിക്കുന്നവൻ എല്ലാം, അതാ ഒന്നാമത് പറഞ്ഞേക്കുന്നത്, ദാഹിക്കുന്നവൻ എല്ലാം തൻ്റെ ആത്മീയ ദാഹം അനുഭവിച്ചറിയുകയും ഇത്തരം കർമ്മങ്ങളിലൂടെയും ആചാരങ്ങളിലൂടെയും അല്ല യഥാർത്ഥ രക്ഷയെന്നും യഥാർത്ഥ ആത്മാവിൻ്റെ ജലം ഇതല്ല എന്നും തിരിച്ചറിയുന്നവർ, ഇത് കേവലം നിഴലാണ്, ഇതിൻ്റെ പൊരുളായിരിക്കുന്ന ഞാനിതാ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, നിങ്ങൾക്ക് ജീവജലം തരുവാനായിട്ട് എനിക്ക് സാധിക്കും എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് അവരോട് വിളിച്ചു പറയുക. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും എന്ന് പറയുമ്പോൾ യഥാർത്ഥ രക്ഷയിലേക്കും യഥാർത്ഥ അനുഭവത്തിലേക്കും നിങ്ങളെ കൊണ്ടുപോകാൻ കഴിവുള്ള ഞാൻ നിങ്ങളോട് പറയുന്നു, ദാഹിക്കുന്നവൻ വരട്ടെ. നമുക്കറിയാമല്ലോ, കർത്താവ് ഇതിനു മുന്നേയും ശമര്യക്കാരി സ്ത്രീയോട് സംസാരിക്കുമ്പോഴും അതുപോലെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സ്ഥലത്തും താനാണ് യഥാർത്ഥത്തിൽ ജീവനീരുറവയെന്നും താനാണ് യഥാർത്ഥത്തിൽ ജീവന്റെ അപ്പമെന്നും അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയും എൻ്റെ അടുക്കൽ നിന്ന് കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല, എന്നെ ജീവന്റെ അപ്പമായ എന്നെ ഭക്ഷിക്കുന്നവൻ അവന് നിത്യജീവനിലേക്ക് അവൻ നിത്യജീവന്റെ അനുഭവം അവന് ഉണ്ടാകും എന്നുള്ളതും കർത്താവ് അവിടെ വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്കിവിടെ കർത്താവ് പറയുക, ദാഹിക്കുന്നവൻ എല്ലാം. ദാഹിക്കാത്തവന് ഇത് പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് പല ആൾക്കാർക്കും വിമുഖത? എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് പലർക്കും താല്പര്യമില്ലായ്മ? അതിൻ്റെ അർത്ഥം ദാഹമില്ല എന്നുള്ളത്. റിലീജിയസ് ആയിട്ട് ഉള്ള ചിന്ത കൊണ്ടൊക്കെ കുറച്ചൊക്കെ കേട്ടിരിക്കാം, എന്നാൽ അധികാരം അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാനൊരു കാര്യം വളരെ വ്യക്തമാക്കി പറയാനായിട്ട് ആഗ്രഹിക്കുക, ഒരു ക്രിസ്ത്യാനിയായിട്ട് ഒരു വ്യക്തിക്ക് ജീവിതകാലം മുഴുവൻ അഭിനയിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം, യൂദാ പോലും കൂടെ ഉണ്ടായിരുന്നു, എന്നാൽ ഒരു നിർണായക ഘട്ടത്തിൽ അവൻ കർത്താവിൽ നിന്ന് അകന്നു പോകാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു അന്വേഷണത്തിൻ്റെയും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നതിൻ്റെയും ഫലമായിട്ടാണ് അവന് ഈ ആന്തരികമായിട്ടുള്ള ദാഹം ഉണ്ടാകുന്നത്. ലോകത്തിൽ വേറെ ഒന്നുകൊണ്ടും നിറയ്ക്കപ്പെടാൻ കഴിയാത്ത നിലയിലുള്ള ലോകത്തിലെ ഭൗതിക സുഖങ്ങൾ കൊണ്ടോ ഭൗതിക വസ്തുക്കൾ കൊണ്ടോ നിറയ്ക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു ദാഹം. ദാഹിക്കുന്നവൻ എല്ലാം. കർത്താവെ, ലോകത്തിലുള്ള സകലതും പരീക്ഷിച്ചു, എല്ലാ സുഖങ്ങളും ഇത്രയ്ക്കിത്രയേ ഉള്ളെന്ന് എനിക്ക് മനസ്സിലായി. ഇതിൽ കൂടുതലൊന്നും ഈ ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ ലൗകിക സുഖങ്ങൾക്കോ കാറിനോ അല്ലെങ്കിൽ വീടുകൾക്കോ അല്ലെങ്കിൽ കൂട്ടുകെട്ടുകൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എൻ്റർടൈൻമെൻറ്റ്സിനോ ഒന്നും കർത്താവെ എൻ്റെ ദാഹം ശമിപ്പിക്കാൻ കഴിയുകയില്ല എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ദാഹമുള്ളവനാണ് കർത്താവെ, എനിക്ക് ദാഹിക്കുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ഹൃദയം കർത്താവെ നിനക്ക് വേണ്ടി ദാഹിക്കുന്നു. 63-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അതെ, അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം നമുക്ക് പല സ്ഥലങ്ങളിൽ ഒരു വ്യക്തി അത് തിരിച്ചറിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ കർത്താവ്, നിന്റെ സാന്നിധ്യത്താലും നീ എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നിട്ടല്ലാതെ ഈ അനുഭവങ്ങൾക്ക് വ്യത്യാസമുണ്ടാവത്തില്ല, എൻ്റെ ദാഹം തീരുകയില്ല. നിന്റെ വചനം ഞാൻ സ്വീകരിച്ച് കഴിയുമ്പോഴാണ് ഈ ദാഹം യഥാർത്ഥമായിട്ട് തീരുന്നത്. നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് കഴിയുമ്പോഴാണ് കർത്താവ് ഈ ആന്തരികമായിട്ടുള്ള എൻ്റെ ദാഹം തീരുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന്, അതെ, അപ്പൊ അടുക്കൽ വരിക എന്നുള്ളത് ഒരു മനുഷ്യനിൽ അവനിൽ അർപ്പിതമായിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കിത് വേണമെന്ന് ചൂസ് ചെയ്യാനും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യാനായിട്ട് കർത്താവ് ഈ ചുറ്റും കാണുന്നതൊക്കെ പാഴ്നിലങ്ങളാണ്. ഒരു ഇംഗ്ലീഷിൽ ഒരു പാട്ടുണ്ട് എന്ന് പറയുന്നത്, ഓൺ ക്രൈസ്റ്റ് സോളിഡ് റോക്ക് ഐ സ്റ്റാൻഡ്, ഓൾ അതർ ഗ്രൗണ്ട് ഈസ് സിങ്കിങ് സാൻഡ്.
കർത്താവ് ചുറ്റും ചതുപ്പാ കാണുന്നത്, നാശകരമായ കുഴിയും കുഴഞ്ഞ ചേറ്റിലുമായിരിക്കുന്നത്. എന്നാൽ കർത്താവ് നീയാണ് യഥാർത്ഥ പാറ, ഞാൻ നിന്റെ മേൽ നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു വ്യക്തി തിരിച്ചറിയുക. ഞാൻ ഇതിനു മുന്നേ ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്. ലിയോ ടോൾസ്റ്റോയുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയുണ്ട്. അദ്ദേഹം ഒരു രാജ്യത്ത്, നിങ്ങളൊക്കെ ചിലപ്പോൾ പഠിച്ചു കാണും, ഞാനും സ്കൂളിൽ പഠിച്ച ഒരു കഥയാണ്. കാരണം ഒരു രാജ്യത്ത് സ്ഥലമൊക്കെ വെറുതെ കൊടുക്കുന്നു. നമുക്കറിയാമല്ലോ, സ്ഥലമൊക്കെ ഇങ്ങനെ വെട്ടിപ്പിടിച്ച് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ കടന്നു വരാനും അവൻ വന്ന് പറഞ്ഞു, സാറേ എനിക്ക് സ്ഥലം വേണം. നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന് ഓടി, നിനക്ക് എത്ര ഭാഗം നിനക്ക് ഓടിയോ നടന്നോ കവർ ചെയ്യാൻ പറ്റുമോ അത്രയും കവർ ചെയ്യുന്ന അത്രയും, ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, തുടങ്ങിയ പോയിന്റിലേക്ക് തിരിച്ചു വരണം. അത്രയേ ഉള്ളൂ കണ്ടീഷൻ എന്ന് പറഞ്ഞ് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അവൻ ഓടി 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 അവസാനം ഫിനിഷിംഗ് പോയിന്റിൽ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുന്നേ എത്തി ആ ഫിനിഷിംഗ് പോയിന്റിൽ വന്ന് അവൻ കമന്നടിച്ച് വീണ് അവിടെ മരിക്കുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ കഥയിൽ എഴുതിയേക്കും. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇങ്ങർക്ക് എത്ര സ്ഥലം വേണം? അയ്യോ 6 അടി മണ്ണ് ധാരാളം മതി എന്ന് പറഞ്ഞ് അവിടെ അദ്ദേഹത്തെ എടുത്ത് കുഴിച്ചിടുന്നത് ഇതായിട്ടുള്ളൊരു കഥ സ്കൂളിൽ പഠിക്കാനായിട്ട് തീർന്നിട്ടുണ്ട്. മനുഷ്യരെന്താ വേണ്ടത്? അപ്പം പിന്നെയും ഗ്രാബ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ നോക്കാം, കുറച്ചും കൂടെ ചെയ്യാം, കുറച്ചും കൂടെ ഒന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു അനുഭവമാണ്. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം, ഒന്നുകൂടെ സാധ്യതകളെ ഒന്ന് പരിഗണിക്കാം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയി ഉള്ള സാധ്യതയും കൂടി ഇല്ലാതാകുന്ന കാഴ്ചയാണ് പലയിടത്തും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇവിടെ പറയുക, അങ്ങനെയുള്ളവരെല്ലാം ദാഹിക്കുന്നവൻ എന്ന് പറഞ്ഞ് എൻ്റെ അടുക്കൽ വന്നിട്ട് കുടിക്കട്ടെ, അവൻ പ്രാപിക്കട്ടെ, അവൻ ഈ ജീവന്റെ വചനം കേൾക്കട്ടെ, അവൻ പരിശുദ്ധാത്മ നിറവിലേക്ക് കടന്നു വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ അത് അവനിൽ നിന്ന് നിത്യജീവങ്കിലേക്ക് ഉയർന്നു വരുന്ന ഒരു നീരുറവയായി തീരും. ആദ്യം അവൻ കുടിക്കുന്നു, എന്നിട്ട് അവൻ ആ നീരുറവയുടെ സോഴ്സായിട്ട്, ആ ജീവജലത്തിന്റെ സോഴ്സായിട്ട് അവനിൽ നിന്ന് അത് പുറപ്പെടുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ വായിക്കുന്നത് അവനിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അവനിൽ നിന്ന് ഈ സുവിശേഷം, ഈ പരിശുദ്ധാത്മാവിന്റെ ഈ നിറവും അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം അനേകരിലേക്ക് നദി പോലെ കടന്നു ചെന്ന് അനേക സമൂഹങ്ങളെ, വ്യക്തികളെ സ്വാധീനിക്കത്തക്കവണ്ണമുള്ള നിലയിൽ ആ വ്യക്തിയിൽ നിന്ന് ദൈവസ്നേഹവും ദൈവകൃപയും വ്യാപരിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. നമുക്കറിയാം, അപ്പോസ്തലന്മാര് കേവലം മുക്കുവരായിരുന്നു, മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നവരെ പറഞ്ഞ് കർത്താവ് അവരെ വിളിക്കുകയും അവർ പ്രതീക്ഷിക്കുകയോ വിചാരിക്കുകയോ നനയ്ക്കുകയോ ചെയ്യാത്ത നിലയിൽ അത്ഭുതകരമായിട്ട് ദൈവം അവരെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച വിധങ്ങളൊക്കെ എങ്ങനെയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കർത്താവ് പറയുന്നത്, അങ്ങനെയുള്ളവൻ കടന്നു വരട്ടെ, ജീവിതത്തിന് നദികൾ അവനിൽ നിന്ന് ഒഴുകും എന്ന് പറഞ്ഞു. തന്നിൽ വിശ്വസിക്കുന്നവർ ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചത്രേ ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞു. ആ കർത്താവ് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായാൽ ആത്മാവ് അന്ന് വരെ വന്നിട്ടില്ല. പരിശുദ്ധാത്മാവ് അതിനു മുന്നേ ലോകത്തില്ലായിരുന്നു എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. സഭ എന്നുള്ള നിലയിൽ, പരിശുദ്ധാത്മ സ്നാനം എന്നുള്ള നിലയിൽ അന്ന് വരെ ലോകത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ലായിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കാരണം കർത്താവ് തന്നെ പല കാര്യങ്ങളും പരിശുദ്ധാത്മാവിൽ താൻ ചെയ്തത് എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനു മുൻപുണ്ടായിരുന്ന പല ശുശ്രൂഷകളും പരിശുദ്ധാത്മാവിലാണ് നടത്തപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണുന്ന നിലവാരത്തിലും ആ രീതിയിലുമുള്ള ഒരു പരിശുദ്ധാത്മ പ്രവർത്തനം അതിനു മുന്നേ ഉണ്ടായിട്ടില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പോട്ടെ, കർത്താവിൻ്റെ ദാസൻ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയിൽ ഈ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോഴാണ് അവൻ്റെ ആന്തരിക ദാഹം തീരുന്നതും ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നാണ് അനേകരിലേക്ക് ഈ ജീവജല നദികൾ പോലെ ഈ നിത്യജീവൻ്റെ വചനം അനേകരിലേക്ക് ഒഴുകാനായിട്ട് ഇടയായിട്ട് തീരുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോഴാണ് അവിടെ കർത്താവിനെക്കുറിച്ചൊരു ഒരു തർക്കമൊക്കെ ഉണ്ടാകാനായിട്ട് ഇടയാകുന്നത്. ക്രിസ്തു അങ്ങനെ എവിടെ നിന്ന് വരും? സാക്ഷാൽ അപ്രവൻ പ്രവാചകനാകുന്നു എന്ന് പറഞ്ഞു. പലരും ഈ വാക്ക് കേട്ടിട്ട് ഇവൻ സാക്ഷാൽ അവസരോചിതമായിട്ട് അനേകർ ഈ വെള്ളം കുടിക്കാൻ, ശിലോകം കുളത്തിലെ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് അത് കുടിക്കാനായിട്ട് തത്രപ്പെടുമ്പോൾ ഇതാ പറയുന്നു ജീവജലത്തിന് നദികൾ ഒഴുകും എന്ന് പറഞ്ഞ് അനേകർ അത് വിശ്വസിക്കാനായിട്ട് ആ വാക്ക് കേട്ടിട്ട് ഇവൻ സാക്ഷാൽ
ആ പ്രവാചകനാകുന്നു എന്ന് വ്യക്തമായിട്ട് ആ അവസരോചിതമായ കർത്താവിൻ്റെ വെളിപ്പെടുത്തൽ കേട്ട് പറയും, ഇവൻ ക്രിസ്തു തന്നെ എന്നും മറ്റു ചിലർ ഗലീലിൽ നിന്നോ ക്രിസ്തു വരുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പറയും. നമുക്കറിയാമല്ലോ, ഇവിടെയും തൊട്ട് താഴെയും ഒക്കെ ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ. കാര്യങ്ങൾ അറിയേണ്ടതുപോലെ അറിയാതെ വരുമ്പം എന്നാലൊന്ന് അന്വേഷിക്കാനുള്ള താല്പര്യമെങ്കിലും ഉണ്ടോ? നമുക്കറിയാം എന്തുകൊണ്ടാണ് ആത്മാവിൽ ദാവീദ് കർത്താവിനെ കർത്താവേ എന്ന് വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴും അവർ ഉത്തരം പറഞ്ഞില്ല. അപ്പം ബേത്ലഹേമിൽ നിന്ന് ക്രിസ്തു വരുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നൊക്കെ ചോദിക്കുക. ഇവർ ഈ നസ്രയത്തിനെ ഇത്ര താറടിച്ച് പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ അവിടുന്ന് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ 1-2 പ്രവാചകന്മാർ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. യോന വന്നിട്ടുണ്ട്, നാഹൂം പ്രവാചകനും ഏകദേശം അവിടുന്ന് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയൊരു പ്രവാചകൻ അവിടുന്ന് വന്നു എന്ന് പറയപ്പെടുന്നുണ്ട്, അതിനുള്ള തെളിവുകളൊന്നുമില്ല. അപ്പം 2-3 പ്രവാചകന്മാർ എഴുന്നേറ്റിട്ടുള്ള സ്ഥലമല്ല ഗലീലി എന്ന് പറയുന്നത്, അത്ര നിസ്സാര സ്ഥലമൊന്നുമല്ല. അപ്പം അവർ എന്നാൽ ആൾക്കാരുടെ പറച്ചിൽ മുഖാന്തരം പറഞ്ഞ് അവരങ്ങനെ ആക്കിയത്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ആ ഒരു നന്മയും വരത്തില്ല എന്നുള്ള നിലയിൽ ആൾക്കാർ പറഞ്ഞ് ആ നിലയിൽ ആക്കി തീർത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്ന് മാത്രമല്ല, എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അതിൻ്റെ 32-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, അവനെ പിടിക്കേണ്ടതിന് ചേവകരെ അയച്ചു. അവനെ പിടിക്കേണ്ടതിന് പരീശന്മാർ അവനെ പിടിക്കേണ്ടതിന് മഹാപുരോഹിതന്മാരും ആ ചേവകരെ അയച്ചു. അപ്പം വലിയൊരു ഫെസ്റ്റിവൽ നടക്കുകയാണ് അവിടെ. ഈ പറഞ്ഞതുപോലെ പോലീസും സെക്യൂരിറ്റിയും ആൾക്കാരും ഒക്കെ അവിടെ ആവശ്യമുണ്ട്. എന്ന് മാത്രമല്ല, ഈ പെരുന്നാളിന് വന്ന് ഇവിടെ പ്രസംഗമോ പരിപാടിയോ വല്ലോ ചെയ്യുകയാണെങ്കിൽ അവനെ അങ്ങ് അറസ്റ്റ് ചെയ്തേക്ക് എന്ന് പറയാനായിട്ട് കുറച്ച് ചേവകരെ അയച്ചു. അപ്പോൾ ഇവർ തക്കം പാർത്തിങ്ങനെ ഇരിക്കുകയാണ്, കർത്താവിനെ ഒന്ന് പിടിക്കണം, അല്ലെങ്കിൽ കർത്താവിനെ ഒന്ന് ഒറ്റപ്പെട്ട് കിട്ടിയിട്ട് വേണം കർത്താവിനെ പിടിച്ചുകൊണ്ട് പോകാൻ എന്നുള്ള നിലയിൽ ഇവർ പാർത്തിരിക്കുന്ന ഇവരുടെ ഒരു അനുഭവം ആലോചിച്ചപ്പോഴാണ് എനിക്ക് ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ചിരി വന്നു. കാരണം ചേവകർ മഹാപുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവൻ അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്തെന്ന് ചോദിച്ചതിന്, ഈ മനുഷ്യൻ സംസാരിച്ചതുപോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് പറയുക. അതെനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട്. കാരണം അറസ്റ്റ് ചെയ്യാൻ ചെന്നവർ കർത്താവിൻ്റെ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വാ പൊളിച്ച് നിൽക്കുക. ഇതെന്തൊരു നമുക്കാർക്കും ഇത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റിയല്ല. കർത്താവ് ഈ പറഞ്ഞ വാക്കുകളുടെ ഇമ്പാക്റ്റ് എന്തായിരുന്നു, ആ സാഹചര്യത്തിലുണ്ടായ ഹൃദയങ്ങളിൽ അത് കൊടുത്ത കൺവിക്ഷൻ എന്തായിരുന്നെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റുകയില്ല. അത് പ്രസംഗിക്കുന്ന ആർക്കും അത് പ്രതിഫലിപ്പിക്കാനും പരിശുദ്ധാത്മ സഹായമില്ലാതെ ഒരു ഇച്ചിരിയെങ്കിലും പറയാനായിട്ട് കഴിയത്തില്ല. കാരണം ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, അവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ എന്നുള്ളത് കർത്താവ് പറയുമ്പോൾ, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് കർത്താവ് അവിടെ വെച്ച് വിളിച്ചു പറയുമ്പോൾ എന്തുമാത്രം ഹൃദയങ്ങളെ അത് സ്പർശിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഈ പിടിക്കാനായിട്ട് ഉപദ്രവിക്കാനായിട്ട് കർത്താവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പോയ ആൾക്കാർ പറയുകയാണ്, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് മലയാളത്തിൽ, പിടിച്ച് ഞാൻ അവൻ എന്നെ കെട്ടി എന്ന് പറഞ്ഞ പോലെ ഇവരോട് വന്ന് ചോദിക്കുക, എന്തിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയ യേശു എന്തിയെ? അവനെ കൊണ്ടല്ലേ വന്നേക്കുന്നത്. അവര് സായിപ്പിനെ കണ്ടപ്പോൾ ഇത് മറന്നെന്ന് പറഞ്ഞ പോലെ അവരൊന്ന് പറയുക, എൻ്റെ സാറേ അങ്ങേരെ അറസ്റ്റ് ചെയ്യാനോ? ഇതിങ്ങേര് പറയുന്നത് പോലുള്ള വാക്കുകൾ ജീവിതകാലത്ത് ഞങ്ങൾ കേട്ടിട്ടില്ല. ഇതെന്തൊരു വർത്തമാനമാ! ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. നമുക്കറിയാം, പല സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ ഈ മാധുര്യ വചനങ്ങളെ, തൻ്റെ ശ്രേഷ്ഠ വചനങ്ങളെ കേൾക്കാനായിട്ട് ആൾക്കാർ തിക്കിത്തിരക്കി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവൻ സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചിട്ടില്ല, അധികാരമുള്ളവനായിട്ടത്രേ ഇവൻ സംസാരിക്കുന്നത് എന്ന് അവർ കർത്താവിൻ്റെ സംസാരത്തെ പറ്റി പറഞ്ഞ കമൻറ്റ് നമുക്ക് ഓർക്കാനായിട്ട് കഴിയും. ഇവിടെ പറയുകയാണ്, ഈ മനുഷ്യൻ സംസാരിച്ചതുപോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. എത്ര വ്യക്തമായിട്ടുള്ള കാര്യം! കർത്താവ് തുടർന്നുള്ള അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇടയൻ്റെയും അതുപോലെ ആടുകളുടെയും ഒക്കെ കാര്യം പറയുമ്പോൾ, ഞാൻ കൂലിക്കെടുത്ത ഇടയനെ പോലെ അല്ല, കൂലിക്ക് വന്നവനെ പോലെ അല്ല, ഞാൻ ആടുകളുടെ ഉടയവനാണ്, ആടുകളുടെ ഉടമസ്ഥനാണ്. ഞാൻ ആ കർത്തവ്യബോധത്തോടെയും ആ ഉത്തരവാദിത്വത്തോടെയും സംസാരിക്കുന്നത്. നിങ്ങളിങ്ങനെയൊക്കെ ചെയ്തു നോക്കുക, അങ്ങനെയാണെങ്കിൽ ആയി തീരും, ഒന്ന് പോയി നോക്ക്, ട്രൈ ചെയ്യ്. ഇതൊന്നും അല്ല പറയുന്നത്,
ഞാനാകുന്നു, ഞാൻ ജീവനാകുന്നു, ജീവന്റെ അപ്പമാകുന്നു, ഞാൻ നിങ്ങളെ രക്ഷിക്കും, ഞാൻ ജീവജലമാകുന്നു, എന്നിൽ നിന്ന് കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കയില്ല എന്ന് മാത്രമല്ല, തിരുവെഴുത്ത് പറയുന്നത് പോലെ അവരിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകും, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് പോലും ആ വാക്കുകളോട് റെസിസ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അറസ്റ്റ് ചെയ്യാൻ പോകുന്ന അവർക്ക്, ആ ഭടന്മാർക്ക് പോലും അവരുടെ ഉള്ളിൽ ഒരു ഹൃദയമുണ്ട്. അവർക്കും മനസ്സിലാകുന്നു ഞങ്ങൾക്ക് ആ ദൈവസന്നിധിയിൽ ഒരു പ്രാഗൽഭ്യമില്ലെന്നും ഇന്ന് മരിച്ചാൽ ഞങ്ങളുടെ നിത്യത എവിടെ ആയിരിക്കുമെന്നും ഉള്ള കാര്യത്തിലൊന്നും പ്രാഗൽഭ്യമില്ലെന്നും, പരാജയപ്പെട്ട ഈ റിലീജിയസ് ആയിട്ടുള്ള ഈ മതകർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പൊത്തുവരുത്തത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഒരു ജീവിതമാണ് തങ്ങൾ ജീവിക്കുന്നതെന്നും, കർത്താവിൻ്റെ വാക്കുകൾ അവരിൽ കൗതുകമുണർത്തി, അവരിൽ താല്പര്യമുണ്ടാക്കി, കർത്താവിൻ്റെ വാക്കുകൾ അവരുടെ ഹൃദയത്തോടെ ഇടപെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവർ മനുഷ്യരാണല്ലോ. നമുക്കറിയാം ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ സംഭവിച്ചു. ചില യുദ്ധത്തിലൊക്കെ പോയിട്ട് ഈ സൈന്യം മറുപക്ഷം ചേരും. കാരണം സൈന്യത്തിന് മനസ്സിലായി ഇത് പിന്നെ ഈ പറയുന്ന അല്ല ന്യായം, അതാ ന്യായം എന്ന് മനസ്സിലായി. എന്ന് പറഞ്ഞതുപോലെ ഇവരവിടെ ചെന്ന് കർത്താവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പം അടുത്ത് അതിൻ്റെ അവസരം നോക്കി നിൽക്കുമ്പോൾ അവരുടെ മനസാക്ഷി തന്നെ അവരോട് പറഞ്ഞു, ഇങ്ങനൊരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് ദൈവത്തിൻ്റെ സമയവും വന്നിട്ടില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഈ ഇദ്ദേഹത്തെ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയോ, ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണ് എന്നുള്ള ആഴമായ കൺവിക്ഷനിൽ അവരായിരിക്കുന്ന ആ സമയത്ത് അവർ തിരിച്ചു വെറുങ്കയോടെ വന്നിട്ട് പറയുക, ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം ഇവൻ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നതും. അപ്പോൾ പരീശന്മാർ അവരോട്, നിങ്ങളും തെറ്റിപ്പോയോ, പരീശന്മാരിൽ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് നമുക്കറിയാവുന്നത് സന്നിധി സംഘത്തിലെ അംഗവും കർത്താവിനെ നേരത്തെ രാത്രി വന്ന് കണ്ടവനുമായിട്ടുള്ള നിക്കോദിമോസ് തന്നെ. അപ്പോൾ നിക്കോദിമോസ് പ്രമാണി അല്ലെങ്കിൽ പിന്നെ അവിടെ വേറെ ആരും പ്രമാണിയല്ല. അപ്പം ആ പ്രമാണി തന്നെ, നമ്മൾ സാധാരണഗതി നിക്കോദിമോസിനെ പറ്റി പറയാറുണ്ട്, ഒരു രഹസ്യ ശിഷ്യനായിരുന്നു എന്നുള്ളത് പറയാറുണ്ട്. എന്നാൽ അദ്ദേഹം അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ. എന്നാൽ അദ്ദേഹം അത്യാവശ്യം ഏറ്റുപറയേണ്ട സ്ഥാനത്തൊക്കെ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അദ്ദേഹം എന്താ പറയുന്നത്? ഒരു മനുഷ്യന്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ? അവർ ഇത്രമാത്രം പകയ്ക്കാനും വെറുക്കാനുമുള്ള കാരണം എന്താ? ശബ്ബത്തിൽ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയതോ? അത് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ ഇത്രമാത്രം വെറുക്കാനുള്ള കാരണം എന്താ? ആ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അത് അദ്ദേഹം ക്രിസ്തുവാണെന്ന് പറയുന്നു. അദ്ദേഹം സത്യത്തിൽ നസറേത്തിൽ നിന്നാണ് ജനിച്ചത്, ബേത്ലഹേമിലാരും ജനിക്കേണ്ടിയിരുന്നത് എന്നൊക്കെ ഓരോരോ അന്വേഷിക്കാതുള്ള, സ്ഥിരപ്പെടുത്താതുള്ള ചില ഇൻഫർമേഷൻ ഇവർ പാസ് ചെയ്യുന്നതല്ലാതെ കൃത്യമായിട്ട് എന്തെങ്കിലും അറിയാമോ? അസൂയയ്ക്കും കുശുമ്പിനും മരുന്നില്ല എന്ന് പറഞ്ഞതുപോലെ തങ്ങൾ വർഷങ്ങളായിട്ട് ആചരിച്ച് അതിൻ്റെ എല്ലാ ശക്തിയും നശിച്ച് ഭക്തിയുടെ വേഷം മാത്രമായി ശേഷിച്ചിരിക്കുന്ന ഈ മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് ഇനിയും അനേകരെ ആകർഷിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഈ ജീവന്റെ വചനങ്ങൾ പ്രസ്താവിക്കുന്ന കർത്താവ് ഇന്നലെ ബിജോ ബ്രദർ പറഞ്ഞ പോലെ ഒരു ക്രൗഡ് പുള്ളറാ. ആ കൂടാരപ്പെരുന്നാളിന്, അതിശ്രേഷ്ഠമായിട്ടുള്ള ആ കൂടാരപ്പെരുന്നാളിന് കടന്നു വന്ന എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാകത്തക്കവണ്ണം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ജീവജലം സൗജന്യമായി അല്ലെങ്കിൽ ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ഇതാണോ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം? നിക്കോദിമോസ് അവിടെ വ്യക്തമായിട്ട് ചോദിക്കുക, അങ്ങനെ വിധിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ അതിന് തിരിച്ച് പരിഹാസമാണ്. കാര്യങ്ങൾ ആശയമില്ലാത്ത ഒരു വ്യക്തിയുടെ പരിപാടിയാണ് ഈ പരിഹാസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ന കാര്യത്തിലാണ് കർത്താവ് അത് ചെയ്തത് എന്ന് സ്ഥാപിക്കാനായിട്ട് നമുക്കറിയാം. കർത്താവിനെ ക്രൂശിക്കുന്ന സമയത്ത് പോലും അവരുടെ കള്ളസാക്ഷ്യം പറയാൻ ശ്രമിച്ചിട്ട് അവരുടെ മൊഴികൾ ഒത്തുവന്നില്ല എന്നാണ് വായിക്കുന്നത്. കാരണം അങ്ങനെ ഒരു കാര്യം പറയാനായിട്ട് അവർക്കില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് അവൻ ലോകത്തിൽ വരികയും ക്രൂശിക്കപ്പെടുകയും അവൻ നമ്മുടെ രക്ഷയുടെ കാരണമായി തീരുകയും ചെയ്യുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതത്തിലും നിർണയത്തിലും പെട്ട കാര്യം തന്നെ ആയിരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ തന്നെ അതിനു മുമ്പേ ഉണ്ടായ ഈ സാഹചര്യങ്ങൾ കാണുമ്പോൾ എത്ര നമുക്ക് ഒരുപക്ഷെ മാനുഷികമായിട്ട് ദുഃഖം തോന്നാം.
എന്നാൽ അവൻ നമ്മുടെ ജീവൻ്റെ രക്ഷയുടെ നമ്മുടെ രക്ഷയുടെ സ്രോതസ്സായിട്ട് തീർന്നു, കാരണഭൂതനായിട്ട് തീർന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഈ ദിവസങ്ങളിൽ തിരുവെഴുത്ത് പറയുന്ന പോലെ തന്നെ ജീവജലത്തിൻ്റെ നദികൾ നമ്മളിൽ നിന്ന് ഒഴുകാനായിട്ട് ആ കർത്താവിൻ്റെ ക്ഷമയുടെയും കർത്താവ് ലോകത്തെ തന്നോട് നിരപ്പിച്ചു പോകുന്നു, ആ നിരപ്പിൻ്റെ വചനം ശുശ്രൂഷിക്കാനായിട്ട് നമ്മുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അനേകരിലേക്ക് നമ്മളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകിച്ചെല്ലാനായിട്ട് ഇടയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കും.